മുരാരി തന്ത്രി പരിചയപ്പെട്ടത് അവൻ്റെ പരസ്യത്തിലൂടെയാണ് പരിചയപ്പെട്ടത്. 8 10 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ ബോർഡ് വെച്ചിരുന്നത് VS മുരാരി BA MA എന്നാണ്. 430 ക്ഷേത്രത്തിൽ തന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുകയും പ്രതിഷ്ഠ നടത്തുകയൊക്കെ ചെയ്തു. പിന്നെ വിഗ്രഹത്തിൻ്റെ അടിയിലിടാൻ വേണ്ടി പരമാവധി സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞു. പരമാവധി സ്വർണം ഇട്ട് കഴിഞ്ഞാൽ ചൈതന്യം കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആളുകളിൽ നിന്ന് നോട്ടീസ് ഇറക്കി 400 ഗ്രാം സ്വർണം പിരിച്ചു കൊടുത്ത് ഇതവൻ മടിയിൽ വെച്ചുകൊണ്ട് അങ്ങ് പോയി. പോലീസ് ഉദ്യോഗസ്ഥന് ഇവനും കൂടെ ബാറിലിരുന്ന് വെള്ളമടിക്കുന്ന പഴം ആളുകളുടെ കയ്യിലുണ്ട്. ഗൾഫിലെ ഇവനെ ബാർ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. ബാർ സ്വാമി, അതായത് ബാറിൽ വെച്ചാണ് ഇവൻ പൂജ നടത്തുന്നത്. ഇവൻ കുട്ടികളെയൊക്കെ ഗൾഫിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവൻ അവിടെ എന്തോ തരികിട കാണിച്ചാണ് പൈസ വരുന്നത്. ഇവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, അവർ മടങ്ങി വന്നോ, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കണം. ഇവൻ്റെ ഈ വിദേശ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണം. ED കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇവൻ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കി. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ജ്യോത്സ്യൻ മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെ കുറിച്ച് നിർണായകമായ വിവരങ്ങൾ പുറത്ത് വരികയാണ്. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള കുന്നംപള്ളിക്കോണം ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് മുരാരി തന്ത്രി നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. അതായത് 2015 മെയ് 28 ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ മുരാരി തന്ത്രി തട്ടിയെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായ മോഹൻദാസ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. മുരാരി തന്ത്രി പരിചയപ്പെട്ടത് അവൻ്റെ പരസ്യത്തിലൂടെയാണ് പരിചയപ്പെട്ടത്. അവൻ പരസ്യ രാജാവാണ്. മനോരമയിൽ പത്രത്തിലും അതേപോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര പരസ്യമായിരുന്നു. ഇവൻ മരുന്ന് കൊടുപ്പ്. എൻ്റെ ഒരു കുപ്പി മരുന്ന് ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ പോലീസിനെ കാണിച്ചിട്ട് അവർ തുറന്നു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഇവൻ്റെ സ്വാധീനം, ഇവൻ 8 10 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവൻ ബോർഡ് വെച്ചിരുന്നത് VS മുരാരി BA MA എന്നാണ്. പക്ഷേ അവന് BA എന്തെന്ന് അറിഞ്ഞൂടാ, MA എന്തെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവന് കണക്കില്ലാത്ത പൈസ വരുന്നുണ്ട്. ഇവൻ ഒരിക്കൽ പരസ്യം ചെയ്തിരുന്നു, ഒരു യുവ ജ്യോതിഷിക്ക് ഗൾഫ് 20 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇവൻ കുട്ടികളെയൊക്കെ ഗൾഫിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവൻ അവിടെ എന്തോ തരികിട കാണിച്ചാണ് പൈസ വരുന്നത്. കോടികൾ. ഇവൻ 2013 ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഇവൻ്റെ ആസ്തി എന്ന് പറയുന്നത് ജപ്തി മാത്രമായിരുന്നു. ഇന്നവൻ 1000 കോടി കവിഞ്ഞു എന്നാണ് അവൻ തന്നെ അവകാശപ്പെടുന്നത്. ക്ഷേത്രത്തിലുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത്? ക്ഷേത്രത്തിൽ ഇവൻ 430 ക്ഷേത്രത്തിൽ തന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുകയും പ്രതിഷ്ഠ നടത്തുകയൊക്കെ ചെയ്തു. പ്രതിഷ്ഠ സിമന്റിലാണ് ഉറപ്പിച്ചത്. എത്ര അറിവില്ലാത്തവന് സിമന്റിൽ ഒരിക്കലും പ്രതിഷ്ഠിക്കില്ല. ഇവൻ സിമന്റിലാണ് ഉറപ്പിച്ചിട്ട് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ വിഗ്രഹത്തിൻ്റെ അടിയിലിടാൻ വേണ്ടി പരമാവധി സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞു. പരമാവധി സ്വർണം ഇട്ട് കഴിഞ്ഞാൽ ചൈതന്യം കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആളുകളിൽ നിന്ന് നോട്ടീസ് ഇറക്കി 400 ഗ്രാം സ്വർണം പിരിച്ചു കൊടുത്ത് ഇതവൻ മടിയിൽ വെച്ചുകൊണ്ട് അങ്ങ് പോയി. 2013 പ്രതിഷ്ഠ നടന്നത് 2013-14 ആണ്. ഇവൻ ഭൂലോക പ്രാട്. ഇവൻ പലയിടത്തും ഇതേപോലെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് ആരും അറിയുന്നില്ല, അറിയിക്കാനും ആരും ഇല്ല. അങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഈ മരുന്ന് കൊടുപ്പ്, വാദം ഒഴിപ്പിപ്പ്, ഇതൊക്കെ അവൻ്റെ ബന്ധുക്കൾക്ക് പോലും ഇവനെ ഇഷ്ടമല്ല ഈ ഉടായ്പ കാണിക്കുന്നത്. അവൻ്റെ ഒരു മാവനുണ്ട്, ബാലകൃഷ്ണൻ എന്ന് പറയുന്നു. അദ്ദേഹമൊക്കെ CBIക്ക് ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ ഒന്നും പഠിച്ചില്ല, ഇവൻ ആട്ടോ ഓടിച്ച് നടന്നവനാണെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ഇവൻ സ്വയം ചാനലുകാരെ വെച്ച് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കണം. പക്ഷേ അവന് 5000 രൂപ കൊടുക്കുമ്പോൾ ഈ ഷൂട്ട് ചെയ്യാൻ വരുന്ന പറയും, മുരാരി നമ്മൾ വിചാരിക്കും പോലെ ആയിട്ടില്ല കേട്ടോ, ആള് ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉടായ്പൊക്കെ കാണിച്ച് പരസ്യം ചെയ്ത് ഈ അടുത്ത സമയത്ത് ലോകത്തിലെ നമ്പർ 1 വിശ്വസ്ത ചാനലെന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായരുടെ
ആ ചാനലിൽ 5 ലക്ഷം കൊടുത്ത് അവൻ തമ്മിൽ അതിൽ ശ്രീകണ്ഠൻ നായർ പിടിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അവൻ ആ നിമിഷം ഞാൻ അവന് കത്തയച്ചു, ശ്രീകണ്ഠൻ നായർ കത്തയച്ചു, മുരാരി കള്ളനാണ്, അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ചാനലിന് മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരം അറിഞ്ഞ കോളും കാണിച്ചിട്ടില്ല. ശ്രീകണ്ഠൻ നായർ ഒന്നുമില്ല, ഇതേപോലെയുള്ള ഒരു പത്രപ്രവർത്തകൻ്റെ ജോലി എന്ന് പറയുന്നത് പാവപ്പെട്ടവനെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ചൂഷണം ചെയ്യുന്നവന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് ഈ സ്വർണം ശേഖരിച്ചു എന്ന് പറഞ്ഞു, അത് ഏകദേശം എത്ര സ്വർണ്ണമുണ്ട്? അത് 401 ഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തട്ടിയെടുത്തു? പിന്നെ ഒരു വിളക്ക്, പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ സാക്ഷികളുണ്ട്. ആ വിളക്കെന്ന് വേണമെങ്കിൽ 1.5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. എന്നിട്ട് അവൻ ആളുകളുടെ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഗൾഫിൽ പൂജയ്ക്ക് പോയപ്പോൾ അറബി പ്രസാദിച്ച് നിലവിളക്ക് കൊടുത്തതാണെന്ന്. ഈ അടുത്ത അവൻ കാണിച്ചതെന്ന് വെച്ചാൽ അവനാരോ 1.5 കോടി രൂപ വിലയുള്ള ഒരു വാച്ച് കൊടുത്തെന്നു. അപ്പോൾ 1.5 കോടി രൂപ വിലയുള്ള വാച്ച് കൊടുക്കണമെങ്കിൽ അവൻ 50 കോടിയെങ്കിലും മറ്റവന് നേട്ടം ഉണ്ടാക്കി കൊടുക്കണം. ഇവൻ്റെ ഈ വിദേശ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണം, ED കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇവൻ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കി, എത്ര ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര രൂപയുടെ മുതൽ ഇദ്ദേഹം കവർന്നിട്ടുണ്ട് താങ്കളുടെ ക്ഷേത്രത്തിൽ? ഓരോ പൂജയ്ക്കെന്നും പറഞ്ഞ് മൊത്തം 60 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചൊക്കെയാണ് വാങ്ങിക്കുന്നത്. തിരുവനന്തപുരത്ത് അവൻ്റെ അമ്മാവി അവശതയിൽ കിടക്കുന്ന കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്ന് എൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ തിരക്കി പറയുന്നത്. പണം മാത്രം 60 ലക്ഷം രൂപ? പണം വേറെ പൂജയ്ക്കെന്നും പറഞ്ഞ് വാങ്ങിക്കും. മറ്റേ ഓരോ ഉത്സവത്തിന് 5 ലക്ഷം രൂപ. ഇവൻ സാധനമൊക്കെ അവൻ തന്നെ കൊണ്ടുവരും. കാട്ടുചുള്ളിയും വിറവ് വരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കാറിൽ കൊണ്ടിട്ടിട്ട് പറയും പൈസ ഇടുന്നു പറയും. നമ്മൾ 5 ലക്ഷം കൊടുത്താലേ ഇറക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ പോകാൻ പോകണമെന്ന് പറയും. അങ്ങനെ അവൻ്റെ കയ്യിൽ ചിലപ്പം പൈസ നമ്മൾ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ പറയും ഞാൻ മറ്റന്നാൾ എവിടെ പോകണം, സിംഗപ്പൂർ പോകണമെന്ന് പറയും. അപ്പം നമ്മൾ വെപ്രാളപ്പെട്ട് എവിടെന്നെങ്കിലും മറിച്ച് കൊണ്ട് കൊടുക്കും. ഇവൻ മൊത്തത്തിൽ ഒരു ഫ്രോഡാണ്. അവിടെ പ്രക്ഷോഭങ്ങളുണ്ടായിട്ടുണ്ട് നാട്ടിൽ. അല്ലല്ല, അവൻ്റെ നാട്ടിൽ കളക്ടർ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ ആരും തെളിവ് കൊടുക്കാൻ തയ്യാറില്ല. കാരണം ഇവൻ ഒരു ഗുണ്ടാ തലവനാണ്, ഇവൻ ഭീകരനാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവന് NIA കൊണ്ട് അന്വേഷിക്കണം. ഇവന് വിദേശ ഏജൻസികളുമായിട്ട് ബന്ധമുണ്ടോ, ഇവന് ഈ ഇത്രയും ഭാരിച്ച ആസ്തി എവിടെ നിന്നുണ്ടായി, ഇതൊക്കെയാണ് ഇവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, അവർ മടങ്ങി വന്നു, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കണം. ഇവിടെ പോലീസ് എന്ന് പറയുന്ന വെറും നോക്കുകുത്തികളാണ്. ഇത് ഈ ഒരു നിങ്ങൾ ഈ പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു? പരാതി ലോക്കൽ പോലീസിന് കൊടുത്തിരുന്നു. അത് അവിടെ കൊടുത്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിരുന്നു. പിന്നെ DGPക്ക് കൊടുത്തിരുന്നു, പ്രധാനമന്ത്രിക്ക് കൊടുത്തിരുന്നു. പ്രധാനമന്ത്രി ഇടപെട്ടാണ് ഈ ക്രൈംബ്രാഞ്ചിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പക്ഷേ എന്തുപോലെ കേരള പോലീസല്ലേ അന്വേഷിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന് ഇവനും കൂടെ ബാറിലിരുന്ന് വെള്ളമടിക്കുന്ന പണം ആളുകളുടെ കയ്യിലുണ്ട്. അപ്പോൾ പോലീസ് വെറും ഈ ചൂഷണത്തിന് നടക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അത് അവസാനിപ്പിക്കുകയല്ല. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു, ഇപ്പം നിയമസഭാ സമിതിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സ്വതന്ത്രമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ NIA അല്ലെങ്കിൽ മറ്റേ ഇവിടെ ശബരിമല കൊള്ള അന്വേഷിക്കുന്ന അതേപോലെയുള്ള സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ ഇത് പുറത്തു വരുള്ളൂ. ഇത് കേരളം നടുങ്ങുന്ന ഒരു സംഭവമായി മാറും. ഇത് മുഴുവൻ രഹസ്യങ്ങളും ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഓഫീസിൽ 7 കൊല്ലം വർക്ക് ചെയ്ത മിനിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം. അവൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ കൊലപാതകങ്ങൾ വരെ തെളിയുമെന്നാണ് അവൾ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഓഫീസ് എവിടെയാണ്? ഓഫീസ് ആദ്യം പാങ്ങൽകാടായിരുന്നു. പാങ്ങൽകാട് ഓഫീസ് കണ്ട നമ്മൾ ഞെട്ടിപ്പോകും. പ്രധാനമന്ത്രി ഒരു ഓഫീസിനെക്കാളും അപ്പുറമാണ്. ഗാന്ധിജിയുടെ കൈ നോക്കുന്നത്, അമിതാഭ് ബച്ചൻ്റെ കൈ നോക്കുന്നത്, വിജയ് മല്യയുടെ വീട്ടിൽ പൂജ ചെയ്യണ പടങ്ങളൊക്കെ വെച്ചിട്ട് ഈ പടങ്ങൾ കാണിച്ചാണ് കിട്ടുന്നത്. ഞാൻ ഒരിക്കൽ വിളിച്ചപ്പോൾ ഇവൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് വിളിച്ചപ്പം പറയണ ഞാൻ വിജയ് മല്യയുടെ വീട്ടിൽ ഒരു പൂജയിലിരിക്കുകയാണ്. വേറൊരു ദിവസം വിളിച്ചപ്പം പറഞ്ഞ് ഞാൻ ബോംബെയിൽ മറ്റേ റിലയൻസിൻ്റെ മുതലാളിയുടെ വീട്ടിൽ ഒരു പൂജയ്ക്ക് ഇരിക്കുകയാണ്. പിന്നീട് അങ്ങനെ വിളിച്ചപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ ഇവനെ കാണുകയും ഇവൻ പറഞ്ഞ് ഇത് ഒരുപാട് ദോഷങ്ങളുണ്ട്, അത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ
ഇനിയും വലിയ ആപത്തുകൾ വരിക്കും. അതായത് എൻ്റെ ഒരു മകള് മരിച്ച സമയത്താണ് ഞാൻ അവനെ ബന്ധപ്പെടുന്നത്. ഇനി ഇതിൽ വരാൻ പോകുന്നത് എൻ്റെ സ്വത്തും പണവും നോക്കിക്കൊണ്ടിരുന്ന നീയൊന്നും ഭൂമിയിൽ ഒറ്റയെണ്ണം കാണൂല എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ആദ്യം 10 ലക്ഷം രൂപ കൊടുത്തു. അവൻ ഇങ്ങനെ കൂടെ 5 ലക്ഷം, 8 ലക്ഷം, 2 ലക്ഷം ഇങ്ങനെ വാങ്ങിച്ച പൂജ നടത്തും. താങ്കൾ കൊടുത്ത കേസിൽ പോലീസ് എന്തെങ്കിലും നടപടി എടുത്ത് FIR എന്തെങ്കിലും 2 പ്രാവശ്യം FIR ആയിട്ട് കോടതിക്ക് തിരിച്ച് എടുത്ത് തെളിവില്ലെന്ന്. ഈ കള്ളന്മാരാരും ഇത് മോഷണം നടത്തുമ്പോൾ രസീത് കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ രസീത് കൊടുക്കും. തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്, പൈസ കൊടുത്തത് കണ്ട സാക്ഷികളുണ്ട്. അതൊന്നും അവർക്ക് ബാധകമല്ല. ഇപ്പോൾ ഈ തട്ടിപ്പ്, അതായത് ഈ സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടോ? ചേട്ടൻ അറിയാവുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ? ഇത് കോഴിക്കോട്ടെ ഒരു ക്ഷേത്രത്തിൽ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ടെൻഡർ ചെയ്യുകയും അവസാനം 20 അഡ്വാൻസ് വാങ്ങിക്കുകയും എൻ്റെ കേസ് തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ അവർ ഇത് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഗുരുവായൂർ ഞാൻ തന്ത്രിയാണ്, ശബരിമല ദേവപ്രശ്നം ചെയ്തിട്ടുണ്ട്, മറ്റേ കൈലാസത്തിൽ ദേവസ്വം ഇത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആളുകളിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയാണ് അവൻ പറ്റിക്കുന്നത്. ദിനത്തിൽ ആളുകളെല്ലാം കൂടി ദേവിക്ക് ശാമ്പ്രാണി, എണ്ണ, കർപ്പൂരം അങ്ങനെയുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ കൂടെ 1 ലോറി സാധനം വരും. യവൻ കണ്ടിട്ട് പറഞ്ഞു, എന്തോരം പൂജാദ്രവ്യങ്ങളാണ് വന്നത്, എന്തോരം ആളായിരുന്നു. പിന്നെ യവൻ പ്രതിഷ്ഠ നടത്തിയ പിന്നെ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായി. ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഉത്സവം നടത്തുന്ന സമയത്ത് ഞാൻ പ്രവചനം നടത്തിയിരുന്നു, ഉത്സവം തീരുന്ന മുറയ്ക്ക് മുരാരി അകത്താകുമെന്ന് പറഞ്ഞു. അതേപോലെ അകത്തായി. യവന് ഒരു മണ്ണാങ്കട്ടി അറിഞ്ഞൂടാ. ഞാൻ ഭൂമിയിൽ ആരെങ്കിലും ഒരാൾ ഫോൺ ചെയ്താൽ ആർക്ക് വേണോ ഫോൺ ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന സ്ഥലത്ത് നിന്ന് അയാളുടെ ശാരീരിക സ്ഥിതി, സമയം, ശത്രുമാര്, മിത്രമാര് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. യവന് ഒരു മണ്ണാങ്കട്ടി അറിഞ്ഞൂടാ. ഈ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറിനുള്ള സിദ്ധി വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ കോടികൾ ഉണ്ടാക്കിയെന്ന്. ഞാൻ കോടികൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾക്ക് പ്രയോജനപ്പെടുക, ദൈവിക ചൈതന്യം, മനുഷ്യ നന്മയ്ക്ക് എന്നതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ പൈസ അത്രയും കൊണ്ടുപോയി എൻ്റെ വീടൊക്കെ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്. ഇവൻ്റെ ഈ സ്രോതസ് കണ്ടെത്തണം. എവിടെ നിന്നാണ് ഈ കോടികളുടെ സമ്പാദ്യം? ആഡംബര കാറുകൾ എവിടെ നിന്ന് വാങ്ങുന്നു? ഇതൊക്കെ കണ്ടുപിടിക്കും. ഇവൻ എന്തിനാണ് കൂടെ വിദേശത്ത് പോകുന്നത്? അപ്പോൾ വിദേശത്ത് പോയിട്ട് ഭാര്യയെ പോവും. ആഴ്ചയിൽ 2 പ്രാവശ്യം ഭാര്യ പോകുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ കൂടെ പോയി പൈസ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഗൾഫിലെ അവനെ ബാർസ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. ബാർസ്വാമി, അതായത് ബാറിൽ വെച്ചാണ് അവൻ പൂജ നടത്തുന്നത്. ഒമാൻ രാജാവിൻ്റെ കൊട്ടാരം ജ്യോത്സ്യൻ എന്നൊക്കെയാണ് നാട്ടിൽ പറയുന്നത്. കൊട്ടാരം ജ്യോത്സ്യൻ. ആ ഒരു കൊട്ടാരം പോയിട്ട് കുടിൽ പോയാലും ജ്യോത്സ്യനല്ല. അവൻ്റെ ഈ മാട്ടിറച്ചി കഴിച്ചുള്ള അവൻ്റെ ശരീരവും ഈ വാചകോടിയാണ് അവന് ഈ ഗ്ലാമർ ഇതൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ അവൻ ഒന്നുമല്ല. ഇപ്പോൾ ഒരു 3.5 കോടി രൂപയ്ക്ക് ഒരു കൊട്ടാരം പണിതിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ. വെണ്ടാർ അവിടെയാണ് ഈ സംഭവം നടന്നത്. യവനെ ഇതോടുകൂടി അവസാനിപ്പിക്കണം. NIA വിടണം. NIA കൊണ്ട് അന്വേഷിപ്പിക്കണം. കാരണം വിദേശത്ത് യവന് വ്യവസായം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് വ്യവസായമാണെന്ന് കണ്ടുപിടിക്കണം. യവന് വ്യവസായം എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്ത വ്യവസായങ്ങളാണ്. കഞ്ചാവും മയക്കുമരുന്നൊക്കെയാണ് ഇവൻ്റെ ബിസിനസ്. ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇനി ഇവൻ ഒരിടത്തും തന്ത്രം പ്രയോഗിക്കില്ല. ഇവന് അറിയാവുന്ന തന്ത്രം എന്ന് പറയുന്നത് പറ്റിപ്പിൻ്റെ തന്ത്രമാണ്. അല്ലാതെ ഈ പൂജാവിധി ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും മുരാരി തന്ത്രി ഇക്കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. ഇത്തരത്തിലുള്ള പ്രവൃത്തി മാത്രമല്ല, തട്ടിപ്പ് നടത്തുന്ന വ്യക്തി കൂടിയാണ് ഈ ഒരു തന്ത്രി. വ്യാജ തന്ത്രിയാണ് എന്നത് ഉൾപ്പെടെയുള്ള നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. പോലീസിൻ്റെ അടക്കം ഒത്താശയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഏറെ നിർണായകമായ വിവരവുമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ ഉള്ളത്. സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ള, കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് സമ്പാദിച്ച് സുഖവാസം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുരാരി തന്ത്രി എന്ന
ഈ രാജൻ ബാബു വിദേശത്ത് മറ്റു പല പേരുകളിലുമാണ് അറിയപ്പെടുന്നത്. വിദേശത്തടക്കം വ്യവസായ ശൃംഖലകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നും ഇതിലടക്കം ED ഉൾപ്പെടെയുള്ള ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഉന്നത ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമാണ് മോഹൻദാസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.